കരൂരിൽ ടി.വി.കെ റാലിക്കിടെ തിക്കിലും തിരക്കിലും മരിച്ചവരുടെ എണ്ണം ഉയരുന്നു എന്നുള്ളതാണ്. 41 പേരായി മരിച്ചത്. വേലുച്ചാമിപുരം സ്വദേശി സുഗുണയാണ് ചികിത്സയിലിരിക്കുമ്പോൾ മരിച്ചത്. ദുരന്തത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് തമിഴക വെട്രിക്കഴകം നൽകിയ ഹർജി മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ച് ഇന്ന് പരിഗണിക്കുന്നുണ്ട്. അപകടത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ടി.വി.കെയുടെ വാദം. ദുരന്തത്തിനിരയായവരെ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് സന്ദർശിക്കും. മുഹമ്മദ് റഹീസ്, ശ്രീജിത്ത് ശ്രീകുമാരൻ, സൂരജ് സജി എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം മുഹമ്മദ് റഹീസിലേക്ക് പോവുകയാണ്. റഹീസ്, ഈ ഒരാൾ കൂടി മരിച്ചു എന്നൊരു സങ്കട വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ഗുരുതരമായി പരിക്കേറ്റവരുടെ എണ്ണം ഇനിയുമുണ്ട്. ആ മരണം ഇനി ഉയരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. ഇന്ന് അവിടെ നടക്കുന്ന സന്ദർശനങ്ങൾ, അവിടെ നടക്കുന്ന മറ്റ് വ്യവഹാരങ്ങൾ, കോടതിയിൽ വരുന്ന ഹർജി, എന്താണ് ഇന്ന് അവിടെ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് മുഹമ്മദ് റഹീസ്? മോർണിംഗ് ഹാഷ്മി, ഇന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ളതും ഏറ്റവും നിർണായകമായിട്ടുള്ളതും ഇന്ന് ഹൈക്കോടതി ടി.വി.കെയുടെ ഹർജി പരിഗണിക്കുന്നു എന്നുള്ളതാണ്. ഈ സംഭവത്തിൽ ഒരു ഗൂഢാലോചന ആരോപിച്ചുകൊണ്ട് ഇന്നലെയാണ് ടി.വി.കെ മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ആ ഹർജി ഇന്ന് 2:15 ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ച് പരിഗണിക്കുകയാണ്. അത് ഏറ്റവും നിർണായകമായിട്ടുള്ളതാണ്. കാരണം ഇതിൽ 2 വെർഷനുകളിൽ ഏതിനോടാണ് കോടതിക്ക് കൂടുതൽ ചേർന്ന് നിൽക്കാൻ കഴിയുക? അതായത് പോലീസ് തങ്ങളുടെ ഭാഗത്തു നിന്ന് യാതൊരു പിഴവും ഉണ്ടായില്ലെന്ന് പറയുമ്പോൾ ടി.വി.കെ ഗൂഢാലോചന ആരോപിക്കുന്നു. അതിനപ്പുറത്തേക്ക് വിജയുടെ പരിപാടിയിൽ കല്ലേറുണ്ടായി, ചിലരൊക്കെയും ബോധപൂർവം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു, പലതവണ പരിപാടി തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി, വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു തുടങ്ങിയ പല ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ടി.വി.കെ ഹർജി നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ ഹർജി ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതിനപ്പുറത്ത് തങ്ങൾ 20 പേർക്ക് ഒരു പോലീസ് എന്നുള്ള തരത്തിലേക്ക് ക്രമീകരണങ്ങൾ അവിടെ നടത്തിയിരുന്നു. അപ്പോൾ തങ്ങളുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല, മതിയായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ടി.വി.കെയോട് ആവശ്യപ്പെട്ടിരുന്നു, തങ്ങൾ അതിന് നേതൃത്വം നൽകിയിരുന്നു, പറ്റുന്നതെല്ലാം അവിടെ ചെയ്തിരുന്നു, സാധ്യമായ പ്രവർത്തനങ്ങളെല്ലാം നടത്തി. പക്ഷേ അപ്പോഴും ആളുകൾ ഇരച്ചു കയറി വന്നത് പാർട്ടിക്ക് അവരുടെ പരിപാടിയുടെ മേൽ യാതൊരു തരത്തിലുള്ള കൺട്രോളും ഇല്ലായിരുന്നത്. അതാണ് അപകട കാരണമെന്നാണ് പോലീസ് പറയുന്നത്. ഇന്ന് രാവിലെ എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ കോടതിയിൽ കൃത്യമായിട്ടുള്ളൊരു വിവരം ധരിപ്പിക്കും. രാവിലെ കോടതി സ്വമേധയെ തന്നെ കേസെടുക്കാൻ കൂടിയാണ് തീരുമാനം. 2 തരത്തിലുള്ള അന്വേഷണം നിലവിൽ പുരോഗമിക്കുന്നുണ്ട്. പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്തും ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണം മറ്റൊരു ഭാഗത്തും പുരോഗമിക്കുന്നുണ്ട്. ഇന്നലെ ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കരൂരിലൊക്കെ വലിയ തോതിലുള്ള പരിശോധനയൊക്കെ നടന്നിരുന്നു. അതിന് പിന്നാലെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക കൂടി ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത് വളരെ വൈകാതെ തന്നെ, ഏതാണ്ട് ഇന്ന് വൈകിട്ടോടു കൂടിയൊക്കെ തന്നെ ഒരുപക്ഷെ ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകുകയും ചെയ്യും. അപ്പോൾ സർക്കാർ എടുക്കുന്ന സ്റ്റാൻഡ്, ഇക്കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണവും നടക്കുന്നുണ്ട്, ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ല, മറിച്ച് അട്ടിമറിക്ക് യാതൊരു സാധ്യതയും ഇല്ല, പിഴവുണ്ടായത് പാർട്ടിക്കാണ്, അത് മറച്ചുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു അന്വേഷണം ആവശ്യപ്പെടുന്നത് എന്ന സർക്കാർ ഒരു സ്റ്റാൻഡ് എടുക്കും. അവിടെ ടി.വി.കെക്ക് ഇത് വലിയ നിർണായകമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. കാരണം തുടക്കം മുതൽ തന്നെ ടി.വി.കെക്കെതിരെ ഒരുപക്ഷെ ഹൈക്കോടതി അതിരൂക്ഷ വിമർശനം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ തന്നെ അതിൻ്റെ സൂചനകൾ പലപ്പോഴായി കോടതി നൽകിയിട്ടുമുണ്ടായിരുന്നു മറ്റൊരു ഹർജിയുടെ മേൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഹർജിയുമായി വരുമ്പോൾ ടി.വി.കെ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുകയാണ് എങ്കിൽ, കോടതി അത്തരത്തിലുള്ള പരാമർശങ്ങളിലേക്കൊക്കെ കടക്കുകയാണെങ്കിൽ അത് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ബാധിച്ചേക്കാവുന്ന കാര്യങ്ങളാണ്. വ്യക്തിപരമായി വിജയിക്കും അതിനിർണായകമായിട്ടുള്ള ദിവസം കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഏത് തരത്തിലാണ് ടി.വി.കെ ഇതിനെയൊക്കെ പ്രസന്റ് ചെയ്യുക, കോടതി അതിൻ്റെ മെറിറ്റിനെ ഏതർത്ഥത്തിലാണ് കാണുക, കേവലം ഒരു പാർട്ടിക്ക് മുഖം രക്ഷിക്കാനുള്ള നടപടി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നീക്കം എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് ഈ ഹർജിയെ കോടതി കാണുന്നതെങ്കിൽ കോടതി വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കും. അതിനപ്പുറത്തേക്ക് പോലീസിന്റെ ഭാഗത്തു നിന്നും പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്, അവർ കൃത്യമായി ഇടപെട്ടിട്ടില്ല എന്നുള്ള വിമർശനം മറുതോതിൽ പിഴവുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ടി.വി.കെയുടെ ആദ്യ പരിപാടി കാണുമ്പോൾ തന്നെ ഇത് നേരായ വഴിക്ക് പോകുമോ എന്ന സംശയം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്ന രീതിയിൽ, അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ അൺട്രൂളി ജനക്കൂട്ടം നമ്മളവിടെ കണ്ടതാണ്. ആരാലും നിയന്ത്രിക്കാനില്ലാത്ത, ഇത്തരത്തിൽ വിജയം വരാൻ വല്ലാതെ വൈകുന്ന ഈ പറയുന്ന പരിപാടി ഈ ദുരന്തത്തിൽ മാത്രം തുടങ്ങിയതല്ല. ആദ്യ സമയം മുതൽ, ആദ്യ സമ്മേളനം മുതൽ തന്നെ അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഒഴിവാക്കാൻ കഴിയുന്ന ദുരന്തമാണ്. കോടതിയിലേക്ക് എത്തുന്നു. കോടതി സ്വാഭാവികമായും അത്രയും സെൻസിറ്റീവ് വിഷയമാണ്, ചില ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കില്ല, അല്ലേ? അത് നമുക്ക് നോക്കാം ഇന്ന് എന്താണ് ഉണ്ടാവുക എന്നുള്ളത്. ഒപ്പം തന്നെ നമ്മുടെ ശ്രീജിത്ത് ശ്രീകുമാരൻ കരൂരിൽ നിന്ന് ചേരുന്നുണ്ട്. വേലുച്ചാമിപുരത്തു നിന്നാണ് ശ്രീജിത്ത് ചേരുന്നത്. നമ്മൾ ഏറ്റവും പ്രധാനം, ഈ ചികിത്സയിൽ കഴിയുന്ന ഒരു ജീവൻ പോലും ഇനിയെങ്കിലും പൊലിഞ്ഞു പോകരുത്, എല്ലാവരും രക്ഷപ്പെടണം എന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ള വളരെ ദുഃഖകരമായ ഒരു വാർത്ത കൂടി എത്തുന്നു. ശ്രീജിത്ത് ഒരു 65 വയസ്സുള്ള ഒരു അമ്മയാണ്. ആ അമ്മയുടെ ജീവനാണ് പോയത്. വല്ലാതെ വേദന തോന്നുന്നുണ്ട്, പറയൂ.
വേലുച്ചാമിപുരം സ്വദേശിനി സുഗുണ 65 വയസ്സ്. സ്മിത സൂചിപ്പിച്ച പോലെ തന്നെ ഒരു അമ്മയാണ്. അമ്മയുടെ ജീവനാണ് ഏറ്റവും ഒടുവിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ കണ്ണീർ അണിയിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഈ വേലുച്ചാമിപുരത്ത് നിന്നും കരൂരിൽ നിന്നും നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. രണ്ട് സഹോദരിമാർ, അത് ഈ വേലുച്ചാമിപുരത്തിന് തൊട്ടടുത്താണ്. ആ രണ്ടുപേർ, കോകില എന്നാണ് ഒരു സഹോദര പേരെന്ന് മനസ്സിലാക്കുന്നത്. മറ്റൊരു സഹോദര പേര് നമുക്ക് അല്പസമയത്തിനകം വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ആ രണ്ട് സഹോദരിമാരുടെ മരണം ഇന്നലെ നമ്മൾ മരിച്ച വീടുകളിലേക്ക് നമ്മൾ നേരിട്ട് പോയതാണ്. അത്ര കണ്ട് വലിയ ദുരിത അവസ്ഥയിൽ തന്നെയാണ് ആ മേഖല പൂർണ്ണമായിട്ടുള്ളത്. അന്വേഷണത്തിൻ്റെ ചുമതലയുള്ള ജുഡീഷ്യൽ കമ്മീഷൻ ഇന്നലെ ആ സ്ഥലത്ത് എത്തിയിരുന്നു. അവിടെ ഒരു പരിശോധന നടത്തിയിരുന്നു. എന്തായാലും ഈ മേഖലയിലൊക്കെ പരിശോധനകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ എന്താണ് ഈ ഇതിന് കാരണമെന്നതിനെക്കുറിച്ച് നിരവധി അഭിപ്രായങ്ങളാണ്. ഇന്നലെ നമ്മുടെ ചർച്ചയിലും അതുപോലെ തന്നെ നമ്മോടും സംസാരിച്ച എൻകൗണ്ടറിൽ അടക്കം നമ്മോട് സംസാരിച്ച പ്രതിനിധി ദിനേശ്, അദ്ദേഹം പാലക്കാട്ടുകാരനാണ്. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം ഒരു വിജയുടെ ആരാധകൻ ഒന്നുമല്ല, വിജയെ കാണാൻ വേണ്ടി ആ മേഖലയിൽ വന്നതാണ്. അദ്ദേഹം തൊട്ടപ്പുറത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഇതുപോലെയാണ് ആളുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു രാഷ്ട്രീയമൊന്നും നോക്കാതെ തന്നെ ആളുകൾ കുട്ടികളെയും അതുപോലെ തന്നെ സ്ത്രീകളെയും ഒക്കെ കൊണ്ട് ആ മേഖലയിലെത്തിയത്, സ്ത്രീകളും കുട്ടികളൊക്കെ ആ മേഖലയിലെത്തിയത് അതുകൊണ്ട് മാത്രമാണ്. എന്തായാലും ഇന്ന് കൃത്യമായ രീതിയിൽ ഈ മേഖലയിൽ വലിയ പരിശോധനകൾ നടക്കുന്നുണ്ട്. ജുഡീഷ്യൽ കമ്മീഷന്റെ തെളിവെടുപ്പ് അവർ കരൂരിൽ തന്നെ തുടരുന്നുണ്ട്. ജുഡീഷ്യൽ കമ്മീഷൻ ഏകാംഗ കമ്മീഷനാണ്, അവർ കരൂരിൽ തന്നെ തുടരുന്നുണ്ട്. ആ തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷം അവർ ഒരാഴ്ചക്കകം തന്നെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ റഹീസ് സൂചിപ്പിച്ച പോലെ ഹർജികൾ ഹൈക്കോടതിയിൽ വരുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് വിജയ് 20 ലക്ഷം രൂപയാണ് മരിച്ച കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 15നും അതുപോലെ തന്നെ 20നും മധ്യയുള്ള ഏതാണ്ട് ആയിരക്കണക്കിന് ചെറുപ്പക്കാർ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ആളുകളാണ് ആ റാലിയിലേക്ക് എത്തിയത്. അത് തിരുപ്പൂരിൽ നിന്നൊക്കെ വീട്ടിൽ പറയാതെ പോലും ആളുകൾ വന്നു എന്നാണ് പറയുന്നത്. ഈറോഡിൽ നിന്ന് വന്നു, തൃച്ചിയിൽ നിന്ന് ആളുകൾ വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഈ കുട്ടികൾ പോലും വിജയെ കാണാൻ വേണ്ടി പല മേഖലകളിൽ നിന്ന് പല കള്ളങ്ങളും പറഞ്ഞ് ഈ മേഖലയിലേക്ക് വന്നിട്ടുണ്ട്. ആരെങ്കിലും ഇനി കാണാതായിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണം പോലീസും, നമ്മൾ അല്പസമയം മുൻപ് ചില പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഇനിയും ചില ആളുകളെ കാണാതായിട്ടുണ്ട് എന്ന തരത്തിലൊക്കെ പറയുന്നുണ്ട്. അവർ ഈ മേഖലയിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ പേടിച്ച് എവിടെയെങ്കിലും ഒക്കെ ഇരിപ്പുണ്ടാകും എന്നാണ് പറയുന്നത്. അവരൊക്കെ അന്വേഷിച്ചുകൊണ്ട് പോലീസും ഒരു ഭാഗത്തുണ്ട്. എന്തായാലും മറ്റു കാര്യമായ പ്രശ്നങ്ങളില്ല. പക്ഷേ ആശുപത്രിയിൽ ചില ആളുകളുടെ നില ഇപ്പോഴും ചെറുതായി ഗുരുതരാവസ്ഥയിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അവർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഒരു ഘട്ടത്തിൽ. 41 മരണം, 40 ഇന്നലെ. ഇന്നിപ്പോൾ 41ലേക്ക് സുഗുണ എന്ന് പറയുന്ന ഒരു അമ്മയാണ് ഇന്ന് രാവിലെ മരിച്ചത്. 41 തന്നെ നിൽക്കട്ടെ, അതിനപ്പുറം ഒന്നുപോലും ഒരു സംഖ്യ പോലും ആവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരു സൂരജ് സജി കൂടി ചേരുന്നു. സൂരജ്, ഇതിൽ ഇപ്പോൾ എന്താണ് വിജയ് ഇപ്പോൾ FIR പ്രതി ചേർത്തവരെ തൽക്കാലം അറസ്റ്റ് ചെയ്യേണ്ടതില്ല, വിജയിയെ തൽക്കാലം പ്രതി ചേർക്കേണ്ടതില്ല, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയമ നടപടിയിലേക്ക് പോകേണ്ടതില്ല. വിജയ്ക്കെതിരെയും TVKക്കെതിരെയും DMKയോ AIDMKയോ BJPയോ അങ്ങനെ ആഞ്ഞടിച്ച് നമ്മൾ കണ്ടതുമില്ല, അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ. മൊത്തത്തിൽ രാഷ്ട്രീയമായി അവിടെ സംഭവിക്കുന്ന എന്താണ്? അതിനിടയിൽ നിർമ്മലാ സീതാരാമൻ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നുണ്ടല്ലോ ഇന്നല്ലേ സൂരജ്? ഹാഷ്മി, ഇന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തും. ഞാനിപ്പോൾ ഉള്ളത് ഈ പരിക്കേറ്റ ആളുകൾ ചികിത്സയിൽ കഴിയുന്ന ഈ കരൂർ മെഡിക്കൽ കോളേജിലാണ്. ഇവിടെ ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു. 11 പേർ ഇപ്പോൾ വിവിധ ആശുപത്രികളിൽ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നുള്ളതാണ് ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഹാഷ്മി, നിർമ്മല സീതാരാമൻ എത്തുന്നത് രാഷ്ട്രീയമായി പ്രതിക്കൂട്ടിൽ നിർത്തുക സ്വാഭാവികമായും DMKയും പോലീസിനെയും ആയിരിക്കും. ഇതുവരെയും, അതായത് ഈ TVK തുടങ്ങിയത് മുതൽ ഈ വിജയിയെ ഏതെങ്കിലും തരത്തിൽ കടന്നാക്രമിക്കുന്ന സമീപനം അത് BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അവർ ഒരിക്കൽ പോലും വിജയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ വിജയെ വ്യക്തിപരമായി പ്രതിരോധിക്കുന്ന ഒരു നിലപാടിലേക്ക് പോയിട്ടില്ല. അതേ സമീപനം തന്നെയായിരിക്കും ഈ വിഷയത്തിൽ നിർമ്മല സീതാരാമന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വിജയുമായി യോജിച്ചു പോകണമെങ്കിൽ ആ സാധ്യത നിലനിർത്തിക്കൊണ്ടായിരിക്കണം ഈ വിജയ് വിഷയത്തിൽ ഇടപെടേണ്ടതെന്ന് ആദ്യം തന്നെ തീരുമാനിച്ച പാർട്ടിയാണ് BJP. അതുകൊണ്ട് തന്നെ നിർമ്മല സീതാരാമൻ ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് സ്വാഭാവികമായും പോലീസ് വീഴ്ച എണ്ണി പറഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാടായിരിക്കും നിർമ്മല സീതാരാമൻ സ്വീകരിക്കുക. എന്തായാലും ഞാനിപ്പോൾ ഉള്ള ഈ മെഡിക്കൽ കോളേജിലേക്കാണ് ആദ്യം എത്തുക. അതോടൊപ്പം തന്നെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ വിജയ്ക്കെതിരെ കേസെടുക്കാത്തതും മറ്റ് അറസ്റ്റിലേക്കും കടക്കാത്തത് ശ്രദ്ധാപൂർവ്വം നീങ്ങാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഘട്ടത്തിൽ വിജയെ അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് പോലീസ് സ്വമേധയാൽ നീങ്ങിയാൽ അത് നിലവിലത്തെ സാഹചര്യത്തിൽ DMKക്ക് തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. വിജയ്ക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ, ഇപ്പോൾ വിജയ്ക്ക് പൊതുമധ്യത്തിൽ ഉള്ള ഇമേജ് വീണ്ടും മാറ്റിമറിയുന്നതിലേക്ക്, അതായത് ഒരു രക്തസാക്ഷി പരിവേഷം വിജയ്ക്ക് വീണ്ടും കിട്ടുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കും. അതുകൊണ്ട് തന്നെ വിജയ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടതില്ല. അതേ
അതേസമയം കോടതിയുടെ ഭാഗത്ത് നിന്ന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള ഒരു കാര്യങ്ങളിൽ നിർദ്ദേശം വരികയാണെങ്കിൽ ആ നിർദ്ദേശത്തിനനുസരിച്ച് ആക്ട് ചെയ്യാനാണ് നിലവിൽ DMKയും സർക്കാരും തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വിജയുടെ പേരെടുത്ത് ഇന്നലെ മുഖ്യമന്ത്രി MK സ്റ്റാലിനോ അല്ലെങ്കിൽ ഉദയനിധി സ്റ്റാലിനോ ആരും തന്നെ ഇതുവരെയും ഒരു പ്രസ്താവനയോ മറ്റോ നടത്താത്തതിന്റെ കാരണം. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് വലിയ കടുത്ത അമർഷമുണ്ട്. കരൂരിലെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതിഷേധമുണ്ട്. അത് ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഇന്നലെ പ്രാദേശിക ഹർത്താലൊക്കെ ആയിരുന്നു. അതിൽ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുപോലെ അണിനിരക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു കുഞ്ഞു കട പോലും തുറന്നിട്ടിട്ടില്ല, ഒരു മനുഷ്യൻ പോലും ഇന്നലെ പുറത്തിറങ്ങിയിട്ടില്ല. അത്തരത്തിൽ ശക്തമായ പ്രതിഷേധം അത് പ്രാദേശികമായി രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കാശ്മീർ ഓക്കെ, എന്തായാലും അത് വരുത്തിവെച്ച ദുരന്തമാണെന്ന് തർക്കമില്ലാതെ സംശയമില്ലാതെ പറയാം. കാര്യം ഇതിനുള്ള ഒരുപക്ഷെ ഈ മഹാദുരന്തത്തിന്റെ മുന്നറിയിപ്പുകൾ ആ സമ്മേളനത്തിന്റെ അല്ലെങ്കിൽ ആ യാത്രയുടെ തുടക്കം മുതൽ തന്നെ പല രീതിയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആളുകൾ കുഴഞ്ഞു വീഴുന്നതായും ആളുകൾ ഇങ്ങനെ ലക്ഷക്കണക്കിനായ ആളുകൾ തടിച്ചുകൂടുന്നതും വിജയ് എത്താൻ വൈകുന്നതും യാതൊരു സുരക്ഷയില്ലാത്തതും ഒക്കെ നമ്മൾ കണ്ടതാണ്. കുടിവെള്ളം പോലും ഇല്ലാതെ വീട്ടമ്മമാരടക്കം നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. അമ്മമാരും കുഞ്ഞുങ്ങളൊക്കെ നിൽക്കുന്നത് കണ്ടതാണ്. അപ്പോൾ അത് വരുത്തിവെച്ച ദുരന്തമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. രാഷ്ട്രീയമായാലും സിനിമയായാലും എന്തായാലും സാധാരണക്കാരന്റെ ജീവൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിൽ ആർക്കാണ് ഉത്തരവാദിത്വം എന്നുള്ളത് അതിലെ രാഷ്ട്രീയമൊന്നും നോക്കേണ്ടതില്ല. കൃത്യമായിട്ടുള്ള കർശനമായ നടപടി ഉണ്ടാകണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.